അപ്പോൾ നിങ്ങൾ പുള്ളിയുടെ കഥയൊക്കെ കേട്ടായിരുന്നല്ലോ. അതായത് പുള്ളി അങ്ങനെ എന്താ പറയുക ചലഞ്ച് ചെയ്താണ് പുള്ളി ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നതും. അതുപോലെ തന്നെ ആ ഒരു ഏഷ്യാനെറ്റ് അവാർഡ് മേടിച്ചത് അതിൽ ഞാനിങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യണം. കാരണം ഏഷ്യാനെറ്റ് അവാർഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കാര്യമല്ല സുഹൃത്തുക്കളെ. അത് ഭയങ്കര ഒരു ആക്ടറിനെ സംബന്ധിച്ചോളം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര വലിയ സംഭവമാണ്. വേറൊന്നുമല്ല, ഒരു സീരിയലിൽ നിൽക്കുന്ന ഒരു ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. ഒരു സീരിയലിൽ അതായത് പ്രത്യേകിച്ച് ഒരു നെഗറ്റീവ് കഥാപാത്രത്തിൽ ബെസ്റ്റ് ആക്ടർ അല്ലെങ്കിൽ ബെസ്റ്റ് വില്ലൻ ആക്ടർ മേടിക്കുക എന്നൊക്കെ ഭയങ്കര സംഭവമാണ്. അതിനെ അതൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യണം. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ ഒരു മാറ്റമില്ല, അത് വേറെ കാര്യം. ഇദ്ദേഹത്തിന് കുറച്ച് ചാൻസുകൾ മേടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ പുറകെ നടക്കണം. ഞാൻ പുള്ളിക്ക് ചാൻസുകൾ മേടിച്ചു കൊടുക്കും. പക്ഷെ പുള്ളിക്ക് അതിനോട് താല്പര്യമില്ല. പുള്ളിക്ക് അഭിനയത്തിനോടല്ല താല്പര്യം. പുള്ളിക്ക് താല്പര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ബിസിനസ് ചെയ്യുക, പിന്നെ അവിടെ വന്നു കഴിഞ്ഞാൽ അവിടെയുള്ള നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരെ ക്യാൻവാസ് ചെയ്യുക, അതൊക്കെ വലിയ നല്ല കാര്യം തന്നെയാണ്. അതുകൊണ്ടായിരിക്കാം ഇദ്ദേഹം ഇതുപോലെ തന്നെ പുതിയൊരു ഇത്ര നേരം എന്നെ പൊക്കി പറഞ്ഞു. അപ്പം ഞാനൊന്നും പൊക്കണ്ടേ, അതുകൊണ്ടായിരിക്കും ഇദ്ദേഹം ഇതുപോലെ തന്നെ നല്ലൊരു ഷോറൂമും ഇപ്പോൾ നടമ്പുകാരിലും ഇങ്ങനെ ഷോറൂം തുടങ്ങാൻ സാധിച്ച കാര്യം. പുള്ളി ഇതിനു മുമ്പ് ഒരുപാട് ഷോറൂമിലൊക്കെ ഈ പറയുന്ന സ്റ്റേറ്റ്സിൽ ആദ്യം പോപ്പുലർലി ശേഷം BMW പോയി, അതിനുശേഷം മറ്റേ ഓഡിയിൽ പോയി, അതിനുശേഷം ബെൻസിൽ പോയി. എന്ന് വെച്ചാൽ ഞാൻ പോപ്പുലർ ഉണ്ടായിരുന്നു. ഞാനൊരു എന്തുകൊണ്ട് ഒരു 7 വർഷം അവിടെ ജോലി ചെയ്തു. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത് സെയിൽസ് കൺസൾട്ടൻ്റായിട്ടാണ് ജോലി കയറിയത്. അപ്പോൾ ദൈവം എന്നെ നിൻ്റെ ഫീൽഡ് അതായത് നീ ആക്ടിങ് അല്ല നിൻ്റെ ഫീൽഡ്, നിനക്ക് വണ്ടി വിറ്റ് ജീവിക്കാനുള്ള ഒരു ഇതാണ് ദൈവം തന്നേക്കണത്, ആ ഒരു സ്കില്ലാണ് നിനക്ക് ദൈവം തന്നേക്കണത് എന്നുള്ളത് എനിക്ക് സ്വയം മനസ്സിലായി. കാരണം വേറൊന്നുമല്ല, ഞാനത് ആക്ടിങ്ങിന് അവസരം കിട്ടാത്തത് കൊണ്ടല്ല അങ്ങനെ ഇതാക്കിയത്, അത് സത്യമാണ്. അത് ഞാൻ ആയിരിക്കും ഇല്ലാന്ന് ഞാനൊന്നും പറയില്ല. കാരണം അത് ഞാൻ പറയട്ടെ, ഇതൊരു ക്ഷമയും കാര്യങ്ങളൊക്കെ വേണം. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എല്ലാവരോടും എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇതാണ്. നമ്മൾ വിചാരിക്കുന്നത് ഇന്നിപ്പോൾ ഒരുപാട് അവസരങ്ങൾ ഒരുപാട് അവസരങ്ങളുണ്ട്. ഇതിപ്പോൾ ചാനലിലാണ് എല്ലാം ഡിസൈഡ് ചെയ്യുന്നതും. നമുക്കിപ്പോൾ ഒരു നല്ല ക്യാരക്ടർ വരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചാനൽ നേരത്തെ നിന്ന് പ്രൊഡ്യൂസർ ഡയറക്ടർ അല്ലെങ്കിൽ സ്ക്രിപ്റ്റായിട്ട് വിചാരിച്ചാൽ മതിയായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല, ഇപ്പോൾ ചാനലാണ് ഡയറക്ടർ. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഇനിയിപ്പോൾ ഒരുപാട് പുതുമുഖങ്ങൾക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യത്തിലേ ഉള്ളൂ, ഇതിലോട്ട് വരാൻ ആഗ്രഹിക്കുന്ന മീഡിയ ഫീൽഡിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നവരോട് പറയാനുള്ള ഒരു കാര്യത്തിലേ നമ്മൾ വരിക. അത് നിങ്ങൾ പറയരുത്. എന്താന്ന് പറയും, ഇയാളെ പറ്റി ഞാൻ പൊക്കി പറഞ്ഞു, പക്ഷെ അത് പറയരുത്. ഞാൻ 5 സീരിയൽ ചെയ്തിട്ടുണ്ട്. 5 സീരിയൽ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഇയാളെ പറഞ്ഞ ഭയങ്കര വലിയ കഥാപാത്രങ്ങളൊന്നുമല്ല. ഒരു 4 സീരിയലിലൊക്കെ 4 സീരിയലിൽ എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അത്യാവശ്യം ഒരു റോളൊന്നും ഇല്ല. ജൂനിയർ ആർട്ടിസ്റ്റ് പോലെയൊക്കെയുള്ള ഒരു റോളുകളായിരുന്നു. കൂടുതൽ അഭിനയിച്ചിരിക്കുന്നത് വക്കീലായിട്ടുള്ള അല്ല, ഞാൻ പറഞ്ഞതാണ്. കാരണം എനിക്കൊരു കണ്ടിന്യൂറ്റി, ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കൊണ്ട് എനിക്ക് കണ്ടിന്യൂറ്റി ഉള്ള എനിക്ക് ഇത് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഞാൻ സൂര്യ TV ചെയ്യുന്ന കഥ ഞാൻ പറയാം. സൂര്യ TV ഞാൻ എന്താണ് സ്വന്തം സുജാത എന്ന് പറഞ്ഞ സീരിയലിലാണ് ശരിക്കും പറഞ്ഞാൽ 100 എപ്പിസോഡ് ഞാൻ ചെയ്തത്. അതെനിക്ക് അഭിമാനത്തോടെ പറയാം. കാരണം നിങ്ങളുടെ ബോബൻ ആലമൂടൻ എന്ന് പറഞ്ഞ ചേട്ടൻ്റെ ഒപ്പമാണ് ഞാൻ ചെയ്തത്. കാരണം ബോബൻ ആലമൂടൻ ചേട്ടൻ അതിനകത്ത് ഒരു ഗുണ്ടയായിട്ടാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ കുബുദ്ധികൾ ഉപദേശിച്ചു കൊടുക്കുന്ന, അയാളുടെ എല്ലാ തോന്നിവാസങ്ങൾക്കും കൂട്ടുനിൽക്കുന്ന ഒരു ക്രിമിനൽ ബുദ്ധിയുള്ള ഒരു വക്കീലായിട്ടാണ് ഞാൻ ചെയ്തത്. പ്രേക്ഷകർ പലരും കണ്ടിട്ടുണ്ടാവും, എന്നെ അതിൽ കണ്ടിട്ടുണ്ടല്ലോ. ഞാനൊരു ലീഗൽ അഡ്വൈസർ, അദ്ദേഹത്തിൻ്റെ ലീഗൽ അഡ്വൈസറായിട്ടാണ് ഞാൻ ആ വേഷം ചെയ്തത്. അപ്പോൾ അതിൽ ഞാൻ വളരെ സാറ്റിസ്ഫാക്ഷനാണ്. പക്ഷെ അത് എപ്പോഴാണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ജോലി 2019 ഞാൻ റിസൈൻ ചെയ്തു. അതിനുശേഷമാണ്, അതുകൊണ്ടാണ് എനിക്കത് കണ്ടിന്യൂറ്റി ഉള്ള വേറെ കാര്യം എനിക്ക് പറയാനുള്ളത്. ഞാനും ഈ പറയുന്ന പോലെ ഞാൻ വേറെ പ്രൈവറ്റ് ഫേമിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ നമുക്ക് രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. ഒന്നെങ്കിൽ നമുക്ക് ജോലി, അല്ലെങ്കിൽ നമുക്ക് അഭിനയം. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ചിലർക്ക് നമുക്കിപ്പോൾ ഗവൺമെൻറ് ജോലി അങ്ങനെയുള്ളവർക്ക് ലീവും കാര്യങ്ങളൊക്കെ എടുക്കാം. പക്ഷെ നമുക്ക് ഈ പറയുന്ന പോലെ തന്നെ നമുക്ക് നമ്മളുടെ കഴിവ് വെച്ചിട്ട് നമുക്ക് കിട്ടുന്ന ജോലി, അതോടൊപ്പം തന്നെ നമുക്കിവിടെ ആഗ്രഹം അഭിനയമാണെങ്കിലും അവിടെ നമുക്ക് ഇതുപോലെ അവസരങ്ങൾ അവർ തരണം എന്നില്ല. കാര്യം എല്ലായിടത്തും നമുക്കിപ്പോൾ ഒരു ജോലി സ്ഥലത്താണെങ്കിലും 30 ദിവസം നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും. അവിടെ 1, 2 അല്ലെങ്കിൽ 3 ലീവ് വരെ എടുക്കാൻ പറ്റും. പക്ഷെ നമുക്ക് ഈ അഭിനയം എന്ന് പറയുന്നത് ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. നമുക്ക് ചിലപ്പോൾ ഒരു കഥാപാത്രം ഒരു ഷെഡ്യൂളിൽ ഒരു 10 ദിവസം അല്ല, അത് ശരിയാണ്. കാരണമൊന്നുമല്ല, ഇത് വേറൊന്നുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ജോലിയിൽ ചെയ്യുമ്പോൾ നമുക്കൊരിക്കലും എല്ലാവരും വിചാരിക്കും ഈ അഭിനയം എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളാണെന്നാണ്. പലരും എന്നോട് പറയാറുണ്ട്, ഞാനിങ്ങനെ ഇത് ഒരു സീരിയൽ ഇൻഡസ്ട്രി ആയിട്ട് ചെറിയ കണക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ സീരിയൽ
സീരിയലുണ്ട്, അല്ലെങ്കിൽ കുറച്ച് പ്രൊഡ്യൂസേഴ്സിനെയും ഡയറക്ടേഴ്സിനെ അറിയാമെന്നൊക്കെ പറഞ്ഞ രീതിയിൽ തന്നെ എന്നോട് തന്നെ പലരും ചാൻസ് ചോദിച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ ഒരു കാര്യം പറയാം, അഭിനയം എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല. കാരണം ഇത്രയും കാര്യം ആലോചിച്ചാൽ മതി. നിങ്ങളിത് മറ്റേ ടി വിയിൽ കാണുമ്പോൾ പലർക്കും അറിയാം, എന്നാലും ഞാൻ പറഞ്ഞു, ടി വിയിൽ കാണുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് തോന്നും. സിമ്പിളൊന്നുമല്ല, നല്ലതാണ്. കാരണം നമ്മൾ രാവിലെ 7 മണിക്ക് അവിടെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് നമ്മുടെ സീൻസ് എന്തെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ അവിടെ നിന്ന് ഒരു 9-10 മണി വരെയൊക്കെയാണ് നമ്മൾ തീർത്ത് പണിയെടുക്കുന്നത്. അപ്പോൾ ഭയങ്കര ടഫായിട്ടുള്ള പരിപാടിയാണ്. പിന്നെ വെയിലത്ത് നിന്ന് അല്ലെങ്കിൽ മഴയത്ത് വെയിലത്ത് എന്താണോ ലൊക്കേഷൻ അവിടെ നിന്ന് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഓരോ അഭിനേതാക്കളും ഈ പറയണ പൈസ ഉണ്ടാക്കുന്നതും അതല്ലെങ്കിൽ സെലിബ്രിറ്റി ആവുന്നതും. ഇപ്പോൾ പ്രേക്ഷകർ പുറത്ത് വെച്ച് കാണുമ്പോൾ ഫോട്ടോ എടുക്കാൻ വരുമ്പോൾ നല്ല സുഖമുള്ള ഒരു ഫോട്ടോ എടുക്കാൻ വരുന്നത് കഷ്ടപ്പെട്ടതൊക്കെ തന്നെയാണ്. അപ്പോൾ അത് പോട്ടെ. അപ്പോൾ ഞങ്ങൾ ഇദ്ദേഹത്തിനെ പറ്റി ഇപ്പോൾ പലതും പറഞ്ഞു, ഇയാൾ നടനായി ഭയങ്കര ഇതൊക്കെ മേടിച്ചു എന്നോട് എൻ്റെ കഥയിലേക്ക് ഞാൻ തിരിച്ചു വരികയാണ്. ഇയാൾക്ക് ഒരു പേരുണ്ട്, വേറൊരു പേരുണ്ട്. ആ പേര് ഞാൻ അറിയോ? ആ പേര് ഞാൻ പറയാത്തതിന്റെ കാര്യം എന്താണെന്നറിയോ? നിങ്ങൾ പിന്നീട് ഇയാളാ അങ്ങനെ ഇല്ലാത്തത് ഉണ്ടെന്ന് ഇല്ലാത്തത് കാണിക്കുന്ന ഒരു കാപട്യമാണ് അഭിനയം എന്നാണ് ഞാൻ എനിക്ക് ഈ അടുത്തൊരു എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞതാണ്. എത്രത്തോളം സത്യം ഉണ്ടെന്ന് എനിക്കറിയില്ല. ഈ വളരെ രസകരമായിട്ട് തോന്നി, അതുകൊണ്ടാണ് ഞാൻ അഭിനയം എന്നുള്ളത് എൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ ഒരു ഫാന്റസി വേൾഡാണ് അഭിനയം എന്ന് പറയുന്നത്. ഫാന്റസി വേൾഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് പലതും സ്വയം കാണിക്കാൻ പറ്റാത്തതും അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാത്തതും കാര്യം ഒരു ഹീറോ അല്ലെങ്കിൽ ഒരു ഹീറോയിൻ അല്ലെങ്കിൽ ഒരു വില്ലൻ അത് നമ്മളെ രസിപ്പിക്കുന്ന രീതിയിൽ അതൊരു ഫാന്റസി വേൾഡിൽ അതൊരു ഫാന്റസി ആയിട്ട് ചിത്രീകരിച്ച് എന്റർടൈൻമെന്റ്സ് ഉണ്ടാക്കി ചെയ്യുന്ന ഒരു കാര്യത്തിനാണ് ഒരു അഭിനയം എന്ന് പറയുന്നത്. കാരണം ഒരിക്കലും ഞാൻ പറയട്ടെ, നമുക്കൊരാളോട് ശത്രുതയുണ്ട്. ആ ശത്രുത ഉണ്ടെങ്കിൽ ഇപ്പൊ പബ്ലിക്കായിട്ട് അവനെ വണ്ടി തടഞ്ഞു നിർത്തുക, അവനെ വെട്ടുക, കൊല്ലുക, ഇടിക്കുക, ഇതൊക്കെ നടക്കുന്ന പരിപാടിയാണ്. ഇടിക്കുമ്പോൾ തെറിച്ച് മുകളിലേക്ക് പോവുക, പിന്നെ എന്താണ് അഭിനയിക്കുന്ന സമയത്ത് ഒരു പെണ്ണിനെ പബ്ലിക്കായിട്ട് ഹഗ് ചെയ്യുക, റൊമാൻസ് കാണിക്കുക, ഇതൊന്നും ഒരിക്കലും നമുക്ക് പോസിബിൾ അല്ലാത്ത കാര്യം. അപ്പൊ ആ ഒരു പോസിബിൾ അല്ലാത്ത കാര്യം ഒരു ഫാന്റസി വേൾഡിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു സംഗതി. പിന്നെ ഇവൻ പറഞ്ഞുകൊണ്ട് തന്നെ ഒരു അഭിനേതാവ് എന്ന് പറയുന്നത് അഭിനയം എന്ന് പറഞ്ഞത് ഇല്ലാത്തത് ഉള്ളതുമായിട്ട് കാണിക്കുന്ന ഒരു ഞാനും പറഞ്ഞത് കണക്ട് ആയത് കണ്ട അത് തന്നെയാണ് അഭിനയം എന്ന് പറയുന്ന സംഭവം. ഇനിയിപ്പോ അഭിനയത്തിനെ പറ്റി ആണെന്ന് നിൽക്കട്ടെ, ഞാൻ വേറൊന്നുമല്ല, ഞങ്ങളിന്ന് ഇപ്പൊ ഈ 25 years സെലിബ്രേഷനിൽ ഞങ്ങൾ രണ്ടുപേരും എങ്ങനെയാണ് ഇതിലേക്ക് എത്തി എന്നുള്ളൊരു കാര്യം പ്രേക്ഷകരോട് പറയാനായിട്ടാണ് ഞങ്ങൾ ഇത് ആഗ്രഹിച്ചത്. അപ്പൊ അതിലേക്ക് വരാം. അപ്പൊ നിനക്കറിയോ, ഞാൻ അങ്ങനെ നീ എന്ന് പറഞ്ഞ ഞാൻ എവിടെയൊക്കെ ജോലി എന്ന് പറഞ്ഞ പോപ്പുലർ ഹുണ്ടായി പോപ്പുലർ ഹുണ്ടായിലേക്ക് ഞാൻ ഒരു 7 വർഷം ദൈവം അതിലേക്ക് കണക്ട് ചെയ്ത കഥയാണ് പറഞ്ഞത്. അതായത് ഞാൻ ഒരാൾ അവിടെ ചെന്ന് മറ്റേ ബിപിഎൽ മൊബൈലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് രാജേഷ് CS എന്ന് പറഞ്ഞ ഒരാളെ കാണാൻ ചെല്ലുകയും അയാളായിട്ട് കമ്പനി അടിക്കുകയും അയാൾ നേരെ എന്നെ HR-ലേക്ക് വിട്ടിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യിപ്പിച്ച് അങ്ങനെ പുള്ളി തന്നെ നീ സെയിൽസിന് ആപ്റ്റായിട്ടുള്ള ഒരാളാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവിടെ എന്തോ ദൈവം നിന്റെ പണി ഇതാടാ ചെക്ക എന്നുള്ള രീതിയിൽ അവിടെ നിർത്തിയതുപോലെയാണ് ഞാൻ അവിടെ ചെന്നത്. അതുപോലെ തന്നെ എനിക്ക് 7 വർഷം കൊണ്ട് ഞാൻ സെയിൽസ് കൺസൾട്ടൻ്റ് ആയിട്ട് കയറിയ ആൾ ബ്രാഞ്ച് മാനേജറായിട്ടാണ് ഞാൻ അവിടെ നടന്നത്. കാരണം ഇപ്പോഴും ഇത് പോപ്പുലർ ഹുണ്ടായിലെ പല സുഹൃത്തുക്കളും കാണും, എന്നാലും എൻ്റെ അവിടെ രാജേഷ് എം എന്നാണ് പേര്. എൻ്റെ പല എൻ്റെ കൂടെ വർക്ക് ചെയ്ത എല്ലാവരും ഇപ്പോൾ അവിടെ എൻ്റെ പല ബോസുകളും ഇപ്പോൾ അവിടെ ഉണ്ട്. GM ലെവലിലും CEO ലെവലിലും പല രീതിയിലും സെയിൽസ് മാനേജർ ലെവലിലും എൻ്റെ ശിഷ്യന്മാർ പോലും അവിടെ ഇപ്പോൾ സെയിൽസ് മാനേജറായിട്ടുണ്ട്. അപ്പം എനിക്കൊരു അഭിമാനിക്കാൻ പറ്റുന്ന ഒരു മേഖലയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയിൽ തന്നെ ഞാൻ ചെന്നുവിട്ടത്. അവിടെ നിന്ന് ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സെയിൽസ് മാനേജറായിട്ട് ഡിസിഗ്നേഷനിൽ ഞാൻ BMW-ലേക്ക് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് രാജേഷ് കൃഷ്ണ എന്ന് പറഞ്ഞൊരാൾ, അദ്ദേഹം എൻ്റെ കൂടെ വർക്ക് ചെയ്ത ആൾ പോപ്പുലർ ഹുണ്ടായിൽ ചെല്ലുകയും പോപ്പുലർ ഹുണ്ടായിൽ BMW ചെല്ലുകയും അവിടുന്ന് അദ്ദേഹം അവിടെ ഒരു കസ്റ്റമർ അദ്ദേഹത്തിന് ഖത്തറിലേക്ക് പോകുന്ന അതിന് പകരമായിട്ട് രാജേഷ് എന്ന് പേരുള്ള ഒരാളെ എനിക്ക് തരാമെന്ന് പുള്ളി ഓഫർ ചെയ്ത് എന്നെ അവൻ്റെ അടുത്തേക്ക് പ്ലേസ് ചെയ്യും, ആ ഒരു ഡിസിഗ്നേഷനിലേക്ക് എന്നെ പ്ലേസ് ചെയ്യും. അതിന് അവിടെ നിന്ന് ഞാൻ ഇതുപോലെ പെർഫോം ചെയ്തിരിക്കുന്ന സമയത്ത് എന്നെ ഓടിക്കാരെന്നെ വിളിച്ചു. എനിക്കൊരു സ്ഥലത്തും ഞാൻ അഭിമാനത്തോട് പറയാം, ഒരു സ്ഥലത്തും എനിക്ക് എന്താ പറയുക ഒരു ഒഫീഷ്യലായിട്ടുള്ള ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല.
വെറുതെ ജസ്റ്റ് ചെല്ലുക, പരിചയപ്പെടുക, രാജേഷ് എന്ന് കയറാൻ പറ്റും, അല്ലെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും ഒരാൾ എന്നെ റെഫർ ചെയ്തിട്ടായിരിക്കും ഇപ്പോഴത്തേക്ക് വിളിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ഈ പറഞ്ഞ BMW വന്നതും ഓഡി കൊച്ചിയിലേക്ക് വന്നതും രാജശ്രീ ബെൻസിന്റെ ഡീലറായ രാജശ്രീ മോട്ടോഴ്സിൽ വന്നതും. ഞാൻ ടോട്ടലി ചെറുപ്പത്തിൽ എന്താണോന്നായിരുന്നു ആഗ്രഹം? അതാണ് ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത്. എനിക്കും ഇതിനെ പോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, മോഡലിങ്ങും ആക്ടിങ്ങും ഇതൊക്കെ തന്നെയായിരുന്നു എൻ്റെ പാഷൻ. ഞാൻ അതുപോലെ അതിനു വേണ്ടിയിട്ട് ഞാൻ ഈ ഇദ്ദേഹത്തിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഒരുപാട്, ഇയാള് കഷ്ടപ്പെടുന്ന പോലെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു നോക്കിയത്. ഏതാ ഞാൻ ലാലേട്ടൻ്റെ ഒപ്പം ഞങ്ങൾ അത് പറഞ്ഞ പ്രേക്ഷകർ വിശ്വസിക്കുമെന്ന് അറിയില്ല, എങ്കിലും 2001 ഞാൻ ഡേറ്റ് ഓർത്തിരിക്കുന്നത് വേറൊന്നുമല്ല, 2001 BPL മൊബൈൽ എന്ന് പറഞ്ഞ മറ്റേ എന്താ പറയുക, BPL മൊബൈലിൻ്റെ കമ്പനിയിൽ അഡ്വർടൈസ്മെന്റിൽ ഞാനും നവീനും എൻ്റെ സുഹൃത്ത് ബൈജു ഉണ്ടെന്ന് തോന്നില്ലേ, ബൈജു, അങ്ങനെ പിന്നെ കുറച്ച് സുഹൃത്തുക്കളെ കൂടി ഞങ്ങളൊരു സ്കിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അന്ന് ഒരു 3000 ഒരു ഇല്ലത്ത് വെച്ചാൽ. പിന്നെ ഫെഡറൽ ബാങ്കിന്റെ ആഡിൽ നമ്മൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ഫെഡറൽ ബാങ്കിന്റെ ATMന്റെ ഒരു അഡ്വർടൈസ്മെന്റിൽ ഞങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. ഈ പരസ്യത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ആ പരസ്യത്തിൽ വന്നിരിക്കുന്നത് ഇപ്പൊ നേരത്തെ ലാലേട്ടന്റെ പറഞ്ഞ ലാലേട്ടനാണ് വന്നിരിക്കുന്നത്. ഞങ്ങള് ലാലേട്ടനല്ല, ലാലേട്ടനാണ് അതിനകത്ത് നായകൻ. ഞങ്ങൾ കൂടെ ഇരുന്ന് കഴിക്കുന്നു മാത്രമേ ഉള്ളൂ. മലയാള മനോരമ ക്ലാസിഫൈഡ്സിന്റെ ആഡിലായാലും പിന്നെ അതുപോലെ തന്നെ മറ്റേ എന്താ പറയുക ഫെഡറൽ ബാങ്കിന്റെ ആഡിൽ, അങ്ങനെ കുറച്ച് ആഡിൽ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ആൽബംസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് ആൽബം ചെയ്ത കഥ പറയുമ്പോൾ നിങ്ങൾക്ക് ചിരി വരും, വേറെ ഒന്നുമല്ല. ഞാൻ ചെയ്ത ആൽബം ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്തേക്കണം. അത് ഉമ്മാരെ കളിയാക്കും, വേറെ വലിയ കാര്യമൊന്നുമല്ല. അഭിനയിക്കണമെന്ന് ആരും ചാൻസ് തരുന്നില്ല സുഹൃത്തുക്കളെ. അപ്പൊ ഞാൻ എന്ത് വിചാരിച്ചു വെച്ചാൽ, ഞാൻ പണിയെടുത്ത കാശ് കൊണ്ട് തന്നെ ഞാൻ തന്നെ ആൽബം പ്രൊഡ്യൂസ്, ഞാൻ തന്നെ നായകനായിട്ട് അഭിനയിച്ച കഥയ്ക്ക് അതൊക്കെ ഇവര് പറഞ്ഞ തന്നെ കളിയാക്കും. അല്ല, കളിയാക്കുന്ന വേറെ കളിയാക്കിയത് കൊണ്ടായിരിക്കാം ചിലപ്പോ ഇദ്ദേഹം നിന്നിപ്പോ ഇത്രയും നല്ലൊരു വലിയ നിലയിലെത്തിയത് എന്ന് ഇല്ലെന്ന് പറയാൻ പറ്റുമോ? അല്ല, കാര്യം നമ്മൾ എന്ത് കാര്യം നമ്മൾ കളിയാക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ആ ഒരു സെൻസിലെടുക്കുക. നമുക്ക് ചിലപ്പോൾ വളരാനുള്ളതായിരിക്കും, പക്ഷെ നമ്മൾ ആരെയും ബോഡി ഷെയിം ചെയ്യരുത്. അത് ഞാൻ എല്ലാവരും പറയും, കളിയാക്കാം, പക്ഷെ ആരെയും ബോഡി ഷെയിം ചെയ്യരുത്. നമുക്ക് എല്ലാവർക്കും കഴിവുള്ള ആൾക്കാർ തന്നെ, പക്ഷെ അതിന് നമ്മൾ ഏതാണ് നമുക്ക് താല്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കഴിവ് നമ്മൾ അതിലോട്ട് എടുക്കുക എന്നുള്ളതാണ്. അത് ശരിയാണ് സുഹൃത്തുക്കളെ. കാരണം നമ്മൾ വിചാരിക്കും നമ്മളാണ് ഭയങ്കര പുലികളെന്ന്. അങ്ങനെ ഒന്നുമില്ല കേട്ടോ, ആരും പുലികളല്ല. കാരണം എല്ലാവർക്കും ദൈവം ഓരോരുത്തരുടേതായിട്ടുള്ള സ്കില്ലും കഴിവൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ലൈഫിൽ ഞാൻ ഭയങ്കര രക്ഷപ്പെട്ടിട്ടോ അങ്ങനെ ഭയങ്കര ആളൊന്നും ആയിട്ടില്ലല്ലോ. എന്നാലും ഞാൻ ഒരു സെയിൽസ് ഓഫീസർ, സെയിൽസ് കൺസൾട്ടൻ്റ് ആയിട്ടുള്ള ഒരാൾ പോസ്ട്രി എന്ന് പറഞ്ഞ ഒരു പ്രീ ഓണേഴ്സ് ലക്ഷറി കാർ യൂസ്ഡ് കാർ കമ്പനി, അല്ലെങ്കിൽ ഒരു ലക്ഷറി യൂസ്ഡ് കാർ കമ്പനി തുടങ്ങിയത് എന്ന് പറഞ്ഞത് എന്നെ സംബന്ധിച്ചോളം, കേട്ടുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ ചിലപ്പോൾ എന്നെക്കാളും ഭയങ്കര സംഭവങ്ങൾ കാണാം, പക്ഷെ എന്നെ സംബന്ധിച്ചോളം അത് ഭയങ്കര വലിയ സംഭവം തന്നെ. അതിൽ ഞാൻ ചെയ്തിരുന്ന വെച്ചാൽ 3 കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. എപ്പോഴും ഞാൻ നവീനായിട്ട് ഡിസ്കസ് ചെയ്യുന്ന കേസാണ്. നമുക്ക് എന്ത് കാര്യത്തിനാണോ കൂടുതൽ ഇഷ്ടം അല്ലെങ്കിൽ പാഷൻ എന്ന് വെച്ചാൽ അമിതമായി നമ്മൾ അതിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുക. അതായത് പണ്ട് പറയൂലേ, മറ്റേ നമ്മുടെ അച്ഛനമ്മമാരും അല്ല നമ്മുടെ ഗ്രാൻഡ് ഫാദേഴ്സും മദേഴ്സും ഒക്കെ പറഞ്ഞുകൊണ്ട് എന്താ പറയാ, കുന്നോളം ആഗ്രഹിച്ചോളം കുന്നിക്കുരുവോളം കിട്ടും, അങ്ങനെ എന്തൊക്കെ ഒരു പഴഞ്ചൊല്ലില്ലേ? എന്താണ് കുന്നോളം ആഗ്രഹിച്ച നമുക്കൊരു അതിനോളം കിട്ടുള്ളൂ എന്നുള്ള ആഗ്രഹം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എവരിഡേ അമിതമായി നമ്മൾ എന്തിനോടാണ് അമിതമായി ആഗ്രഹിക്കുക. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് അമിതമായി തന്നെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. എനിക്കത് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാ സക്സസ് ആയ ആൾക്കാരുടെയും ഹിസ്റ്ററി ആണ് ഇത് പറയുന്നത്. ഞാൻ വലിയൊരു സംഭവം ഉള്ള ആളല്ല കേട്ടോ, എന്നാലും ഞാൻ പറയാം. എന്നിട്ട് നമുക്ക് അത് വേണമെന്നുള്ളത് നമ്മൾ ഏത് ദൈവത്തിലാണോ വിശ്വസിക്കുന്നത്, അതായത് ഇപ്പം നമുക്ക് അങ്ങനെ ജാതി മതം ഒന്നുമില്ല, നമ്മളുടെ മനസ്സിലൊരു ദൈവം ഉണ്ടാവുമല്ലോ, എനിക്ക് ഇന്ന ദൈവത്തിനെയാണ് വിശ്വാസം എന്നുള്ളത്. അത് ഓരോരുത്തരുടെ ദൈവത്തിനോട് നമ്മൾ പറയാം, എനിക്കത് വേണം എന്ന് പറയാം. അത്ര ചെയ്താൽ മതി. ഉറപ്പായിട്ടും എല്ലാവരും ഇതുപോലെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 100% എൻ്റെ അനുഭവം കൊണ്ട് പറയുന്നത് അത് ദൈവം തന്നിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വന്നത് ഇങ്ങനെ തന്നെയാണ്. ഇപ്പം നവീന് ഞാനിങ്ങനെ രാജശ്രീ മോട്ടോഴ്സിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ തന്നെ ഷോറൂമിൽ എൻ്റെ ഒരു ഫ്രണ്ടിനായിട്ട് ഒരു കൊളീഗ്, പുള്ളിയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, അങ്ങനെ ചെറിയൊരു ചർച്ച വന്നു. അങ്ങനെ എനിക്ക് ആ ഷോറൂമിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസിഡൻറ്റ് അതിനെപ്പറ്റി വിവരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതായത് ഞങ്ങൾ ശരിക്കും പറഞ്ഞ ഷോറൂമിൽ കിടന്ന് കച്ചറ കൂടൂലേ, അടിപിടി കൂടി സത്യം പറഞ്ഞാൽ 2 പേരും പറഞ്ഞു വിട്ടാൻ കാണും, ടെർമിനേറ്റ് ചെയ്തില്ല ഈ ജോലി ചെയ്ത്. MD അതുവരെ MDയും മറ്റു മാനേജ്മെൻറ്റൊക്കെ ഞാൻ അവിടെ പെർഫോമർ ആയതുകൊണ്ട് എന്നെ അത്യാവശ്യം നല്ല കാര്യമാണ്. എന്നെ വിളിക്കണ പേര് ബോംബെ എന്നാണ്. ഓരോ സ്ഥലത്തും ഓരോ സ്ഥലമാണ്. ഇപ്പം എന്നെ വിളിക്കണ പേര് ബോംബെ എന്നാണ് കേട്ടോ.
അപ്പോൾ എല്ലാവരും വിളിക്കുന്നത് ബോംബെയിൽ നിന്ന് എല്ലാവരും ഭയങ്കര കാര്യമുള്ള ആളാണ്. കാരണം ഞാൻ എല്ലാ സ്ഥലത്തും ചെന്ന് കുറച്ച് ഓളമൊക്കെ ഉണ്ടാക്കും, കുറച്ച് ഒച്ചപ്പാടും കമ്പനിയൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ നിന്ന് തന്നെ ടെർമിനേറ്റ് ചെയ്ത് കളഞ്ഞു.